ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു ചെറിയ ഡേ ഇൻ അവർ ലൈഫ് ഇൻ ബാംഗ്ലൂരാണ്. നമ്മൾ ബാംഗ്ലൂരൊക്കെ കാണാൻ വേണ്ടി ഇലക്ട്രോണിക് സിറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഇവിടെ ഇപ്പം ഞങ്ങൾ പതിയെ നടന്ന സ്ഥലങ്ങളെല്ലാം കണ്ടു പഠിക്കുമോ കേട്ടോ. ഇവിടെ ഒരു ഐഡിയയും ഇല്ല, ഈ സ്ഥലത്ത് ഇതുവരെ വന്നിട്ടില്ല. ഞാനിതിനു മുന്നേ ബാംഗ്ലൂരിൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ ഏരിയ ഒന്നും അങ്ങനെ കാണാനൊന്നും പറ്റിയിട്ടില്ല. ഈ ചക്കപ്പഴമൊക്കെ ഇരിക്കുന്നുണ്ടോ, നല്ല കൊതിയാവുന്നുണ്ട്. കുറേ നാൾ കൂടി നാട്ടിൽ വന്നിട്ട് ഇതെല്ലാം കൂടി ഇങ്ങനെ കാണുമ്പോൾ എല്ലാം മേടിച്ചുകൊണ്ട് പോകാൻ തോന്നുക. കുറേ നാളായില്ലേ ഇങ്ങനത്തെ കാഴ്ചയൊക്കെ കണ്ടിട്ട്. അപ്പോൾ എന്തോ നാട്ടിൽ വന്നതിൻ്റെ ഒരു ഭയങ്കര എക്സൈറ്റഡ് ഫീലായിരുന്നു ഫുള്ള്. ഇതേ ഇരിക്കുന്ന ബ്ലാക്ക് കളർ ഫ്രൂട്ട് എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? എനിക്കത് അങ്ങ് മനസ്സിലായില്ല. പിന്നെ ഇവരോട് ചോദിച്ചപ്പോൾ ഇവരെന്തോ ഒരു ഭാഷയിൽ പറഞ്ഞു. അത്ര അങ്ങ് വ്യക്തമാകാത്തതുകൊണ്ട് പിന്നെ അടുത്ത് നമ്മുടെ മാമ്പഴത്തിലേക്ക് അങ്ങ് മൂവ് ഓൺ ചെയ്തു. എനിക്കാണെങ്കിൽ ഇതെല്ലാം കഴിക്കാൻ കൊതിയായിരുന്നു, പക്ഷേ എൻ്റെ പല്ലിൽ കമ്പി ഇട്ടുകൊണ്ട് എനിക്ക് ഈ ഫ്രൂട്ട്സ് ഒന്നും അധികം കഴിക്കാൻ പറ്റില്ലേ. പക്ഷേ ഞങ്ങൾ മാങ്ങ മേടിച്ചു കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ നല്ലതൊക്കെ നോക്കിയെടുത്ത് ഓരോരുത്തർക്കും ചെന്നപ്പോൾ ഓരോരോ വിലയാണ് പറയുന്നത്. ഇവിടുത്തെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. നമ്മൾ സ്ട്രീറ്റിൽ പോയിട്ട് അടുത്തടുത്തടുത്ത് ഫ്രൂട്ട്സിൻ്റെ സെല്ലേഴ്സ് ഇരിക്കും. അതിൽ ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ ഓരോ വിലയാണ് അവർ പറയുന്നത്. ഞാൻ പിന്നെ മൂന്നിലും പോയി ചോദിച്ചു കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് ഞങ്ങളങ്ങ് മേടിച്ചു. ഞങ്ങൾ ആക്ച്വലി ഡ്രസ്സും സാധനങ്ങളും ഒക്കെ നോക്കാം, ജയാനഗർ, ശിവാജി നഗർ അവിടെയൊക്കെ ഒന്ന് പോകാമെന്നോർത്ത് വന്നതാണ്. പിന്നെ ഈ വഴി അങ്ങ് വന്നപ്പം ഈ ഫ്രൂട്ട്സ് എല്ലാം കണ്ടപ്പോൾ അവിടെ അങ്ങ് സ്റ്റക്കായിപ്പോയി ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഈ പുള്ളിക്കാരത്തിയോട് വിലയൊക്കെ ചോദിച്ച് അതൊന്നും എടുത്ത് കട്ടും കൂടെ ചെയ്ത് തരാമെന്ന് ചോദിച്ചു. ഇവരാണെങ്കിൽ ഭയങ്കര പാവം, ഞങ്ങൾക്ക് അത് മുറിച്ചൊക്കെ തന്നു കേട്ടോ. എന്നിട്ട് നല്ലതാണെന്നൊക്കെ ചോദിച്ച് ചിരിച്ച് ഹാപ്പി ആയിട്ടാണ് വിട്ടെ. ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടോ. ഞാൻ ഇവിടെ ഫസ്റ്റ് ജോലിക്ക് വന്ന സമയത്തുണ്ടല്ലോ, എനിക്ക് കന്നഡയൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ഇവർ സംസാരിക്കുമ്പം ഇടയ്ക്ക് കൺഫ്യൂഷൻ ആവുമായിരുന്നു. ഇവർ ദേഷ്യപ്പെടുന്നതാണോ നോർമലായിട്ട് സംസാരിക്കുന്നതാണോ? ഇവരുടെ സംസാരത്തിനൊരു വ്യത്യാസമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. കന്നഡ സംസാരിക്കാൻ അറിയാവുന്നവരും ഇവിടെ വന്നിട്ടുള്ളവരും ഒക്കെയാണെങ്കിൽ മനസ്സിലായി. ഇവരുടെ പിച്ച് കുറച്ചുകൂടെ ഹൈ ആണ് വോയിസിൻ്റെ. പിന്നെ കന്നഡയും കാര്യമൊക്കെ പഠിച്ചപ്പോൾ ഏകദേശം മനസ്സിലായി അങ്ങനെയൊന്നുമല്ല, ഇവർ ഒത്തിരി ഒച്ചയിലേ സംസാരിക്കുകയുള്ളൂ, അത് അവരുടെ രീതിയാണെന്ന്. അങ്ങനെ മാമ്പഴമൊക്കെ മുറിച്ച് കിട്ടി കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ എനിക്കങ്ങ് മര്യാദയ്ക്ക് തിന്നാനൊന്നും പറ്റിയില്ല, പല്ലിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. ഉടനെ തന്നെ ബ്രേസസ് റിമൂവ് ചെയ്തിട്ട് വേണം ഇവിടുത്തെ എല്ലാ ഫുഡും ട്രൈ ചെയ്യാനായിട്ട്. ഇനി ഇവിടുത്തെ ഫുഡ് മാത്രമല്ല, വീട്ടിലേയും കുറേ ഫുഡൊക്കെ ഓർഡർ കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വീട്ടിലെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലും കപ്പ ഉണ്ടാക്കണം, ഞാൻ ദുബായിൽ നിന്ന് വരുമ്പോൾ എനിക്ക് നന്നായിട്ട് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു വിട്ടതാണ്. എല്ലാം ഇനിയിപ്പം ഈ ബ്രേസസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലേ നടക്കത്തുള്ളൂ. അതൊന്നുമല്ലേ, നമ്മൾ ഇവിടുന്ന് ദുബായിലൊക്കെ പോയി കഴിയുമ്പം ഫസ്റ്റ് നമുക്ക് വരുന്നൊരു പ്രശ്നമാണ്, നമുക്ക് ഓരോ ഫുഡ് ഐറ്റംസ് സാധനങ്ങളൊക്കെ മേടിക്കുമ്പം നമുക്ക് ഭയങ്കര എക്സ്പെൻസീവായിട്ട് തോന്നും. കുറേ നാൾ കഴിഞ്ഞ് അതിനോടൊന്ന് അഡ്ജസ്റ്റ് ആകാൻ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ കുറച്ച് നാൾ അവിടെ നിന്ന് യൂസ്ഡായിട്ട് പിന്നെ പെട്ടെന്ന് ഇന്ത്യ വരുമ്പം വേറെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇനി യു എയിലേക്ക് അതുപോലെ വെളിയിലുള്ള വേറെ കൺട്രീസിലേക്ക്, യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ നിങ്ങളതിനൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ കുറേ സാധനം മേടിച്ച് വെച്ചോ കേട്ടോ. ഞാനാണെങ്കിൽ ഇവിടെ വന്നിട്ട് കുറേ സാധനം ഇഷ്ടമുള്ളതൊക്കെ വാരിയെടുക്കാമെന്ന് ഓർത്തു. കുറച്ച് ഡ്രസ്സൊക്കെ ആയിട്ട് ഇനി പോകാൻ പറ്റുള്ളൂ, ഇഷ്ടമുള്ള കുറേ ഡ്രസ്സൊക്കെ മേടിച്ചുകൊണ്ട്. കാര്യം നമ്മൾ അവിടെ ചെന്ന് മേടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര എക്സ്പെൻസീവാണ്. എനിക്ക് പേഴ്സണലി അത് ഫീൽ ചെയ്തു കേട്ടോ. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യുന്നത്. അതുപോലെ നമ്മളവിടെ പോകുമ്പോൾ ഒത്തിരി കെയർഫുള്ളായിരിക്കണം. ഓരോ ജോലിക്കും കാര്യങ്ങൾക്കും ഒക്കെ കയറുമ്പോഴും എല്ലാം ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഇവിടുന്ന് പിന്നെ കുറച്ച് ക്യാഷായിട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു. ഞാനാണെങ്കിൽ എന്നിട്ട് ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ നോക്കി ഡ്രസ്സൊക്കെ എടുത്തു, കുറച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടൊക്കെ എടുത്തു. ഇനിയിപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്കും ഒത്തിരി വേറെ മേടിക്കണ്ടല്ലോ. ഇവിടുന്ന് നമുക്ക് കുറച്ചുകൂടെ പ്രൈസ് കുറവുണ്ട് കേട്ടോ. എപ്പോഴും ഇവിടുന്ന് ഡ്രസ്സ് എടുക്കുന്ന കുറച്ചുകൂടി എനിക്ക് അഫോർഡബിളായിട്ട് തോന്നിയിട്ടുള്ളത്. അവിടുത്തെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസാണ്. ഇവിടുത്തെയും നല്ല ക്വാളിറ്റി ഉണ്ട്, പക്ഷേ അവിടെ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളതെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ കയറി. നല്ലൊരു ബിരിയാണി കഴിച്ചു, മലയാളീസിൻ്റെ കടയിൽ തന്നെ മേടിച്ചു. ഞങ്ങൾ ഇവിടെ വന്നിട്ട് 2 ദിവസമായല്ലോ, അപ്പോൾ അവിടെ കർണാടകയിലെ ഫുഡ് തന്നെ ഓർഡർ ചെയ്ത് കഴിച്ച് ഇച്ചിരി മടുത്തായിരുന്നു. അപ്പം നമ്മൾ തലശ്ശേരി ദം ബിരിയാണിയാണ് മേടിച്ചത് കേട്ടോ. ഇത് മലയാളീസിൻ്റെ ഫുഡ് തന്നെയല്ലേ? എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട്, ഇനി സ്ഥലമെങ്ങാനും മാറിപ്പോയാൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നു. ഞാനാണെങ്കിൽ കുറച്ച് ചോറങ്ങ് കൂട്ടി കഴിച്ചു. ഈ പീസൊന്നും കഴിക്കാൻ വയ്യ, അതൊരു വിഷമം സൈഡിൽ കിടപ്പുണ്ട്. അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങാറായപ്പോഴത്തേക്കും അത്യാവശ്യം ഈവനിങ് രാത്രിയാവാറായി തുടങ്ങി. എനിക്കാണെങ്കിൽ ഇവിടെ വന്നിട്ട് 2-3 ദിവസമായുള്ള എങ്കിലും നമ്മുടെ നാട്ടിൽ വന്നതിൻ്റെ ഈ മണ്ണും മരമൊക്കെ കണ്ടതിൻ്റെ ആ ഒരു സന്തോഷം നമുക്ക് ഭയങ്കര റിലാക്സ്ഡ് കേട്ടോ. മനസ്സ് ഭയങ്കര ഒരു നല്ല സന്തോഷമാണ്. ഇവിടുന്ന് ഇനി പോകുമ്പോൾ 2 മണ്ണും മരമൊക്കെ പറിച്ചുകൊണ്ടങ്ങ് പോകാൻ തോന്നുന്നുണ്ട്. അത്രയ്ക്ക് എനിക്ക് ഇവിടുന്ന് തിരിച്ച് പോകാൻ തോന്നില്ലേ സ്ഥലങ്ങൾ കണ്ടേച്ചേ.
പിന്നെ നിങ്ങളെല്ലാവരും കൂടെ എൻ്റെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്ത് ഗംഭീരമാക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ചു പോകുന്നില്ല കേട്ടോ. എനിക്കെന്നും വീഡിയോ ഒക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് വീഡിയോ ഇടാം. പിന്നെ നിങ്ങൾ ചോദിക്കുന്ന ഇൻഫർമേഷൻ വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ നിങ്ങളെ ഇവിടെ എന്തായാലും വന്നതല്ലേ, അപ്പോൾ ഇവിടെ എല്ലാം കാണിച്ച് ഇതുണ്ടോ സ്ഥലങ്ങളൊക്കെ കാണിച്ച് വെച്ച് വീഡിയോ ഇടാമെന്ന് ഓർത്തു. ഫസ്റ്റ് നമ്മൾ നാട്ടിൽ വന്നതിൻ്റെ ഒരു സന്തോഷം എല്ലാവരെയും അറിയിക്കണമല്ലോ. അത് കഴിഞ്ഞേച്ചല്ലേ ബാക്കി ഇൻഫർമേഷനൊക്കെ. അതെന്തായാലും ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. ആരും വിഷമിക്കണ്ട. എല്ലാവർക്കും നല്ല ജോലിയൊക്കെ കിട്ടട്ടെ. UAE-ലും യൂറോപ്പിലും വേറെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ എല്ലാവർക്കും അവസരം കിട്ടട്ടെ കേട്ടോ. ഞാൻ എനിക്കറിയാവുന്ന നോളജ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ എനിക്ക് ഷെയർ ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ചെയ്യാം. പിന്നെ എനിക്കറിയാത്ത കാര്യങ്ങളിൽ എനിക്ക് പുതിയതായിട്ട് നോളജും കിട്ടും. അങ്ങനെ ഞങ്ങൾ ഓർത്തു എന്നാൽ പിന്നെ കുറച്ച് നേരം കൂടെ അതുവഴിയൊക്കെ നടന്നേച്ച് അങ്ങ് പോകാമെന്ന്. ആ ഒരു ഈവനിങ് വാക്ക് ഞങ്ങൾ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇത് ഇവിടെ എത്തി. ഫുഡൊക്കെ നിറയെ വഴിയോര കച്ചവടമാണ്. അപ്പോൾ ഇതെന്താണെന്ന് കാര്യമായിട്ട് മനസ്സിലായില്ല. പുള്ളിക്കാരത്തിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു നമ്മുടെ ആട്ട കൊണ്ടുണ്ടാക്കുന്ന ഒരു വിഭവമാണ്, അത് നമുക്ക് കറിയുടെ കൂടെ കഴിക്കാം. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഈ ചെക്കൻ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങൾ പതിയെ ചോദിച്ച് വീഡിയോ എടുത്തായിരുന്നു. അങ്ങനെ ഇച്ചിരി ഷൈ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് ചെറുതായിട്ടൊരു പീസൊക്കെ ടേസ്റ്റ് ചെയ്യാൻ തന്നു. അപ്പോൾ നാളെ ഞങ്ങൾ എന്തായാലും അവിടെ പോയി കഴിക്കാൻ പോവാം. നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്കാണെങ്കിൽ നല്ല കൊതിയും വന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടും എനിക്ക് പല്ലിന് അത്ര സാഹചര്യം പോരാത്തതുകൊണ്ടും ഞാൻ പിന്നെ അങ്ങ് കഴിക്കാൻ പോയില്ല. അങ്ങനെ ഞങ്ങൾ പതിയെ ഞങ്ങളുടെ ഈവനിങ് വാക്ക് അങ്ങ് അവസാനിപ്പിച്ചേക്കാമെന്നോർത്ത് തിരിച്ച് പോകാനുള്ള പ്ലാനിലായിരുന്നേ. അപ്പോഴത്തേക്ക് ആ പോയ വഴിക്ക് ഒരു ചിപ്സ് കടയും കൂടെ അങ്ങ് കണ്ടു. ഇതെല്ലാം കൂടെ ഇങ്ങനെ വെച്ചേക്കുന്ന കാണുമ്പോൾ പിന്നെ അങ്ങനെ പോകാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങൾ 2-3 ചിപ്സൊക്കെ മേടിച്ചുകൊണ്ട് എന്നാൽ തിരിച്ചു പോകുന്നോർത്തതേ. എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ഇതൊക്കെ എന്ത് മിസ് ചെയ്യുന്നതെന്നറിയോ? നമ്മളിവിടെയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്ന സാധനമാണ്. നമ്മളൊരു സ്വന്തം നാട് വിട്ട് കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ വില മനസ്സിലാവുള്ളൂ. അപ്പോൾ താങ്ക് യു ഓൾ.